കാസർഗോഡ് മുട്ടത്തൊടി സഹകരണ ബാങ്കിലെ മുക്കുപണ്ട തട്ടിപ്പ് കേസിൽ പിടിയിലായ പ്രതികൾ സ്ഥിരം നിക്ഷേപത്തിലും ക്രമക്കേടുകൾ നടത്തി ലക്ഷങ്ങൾ കൊള്ളയടിച്ചുവെന്ന് കണ്ടെത്തൽ. കേസിൽ പിടിയിലായ മാനേജറുടെയും അപ്രൈസറുടെയും നേതൃത്വത്തിലാണ് തട്ടിപ്പ് നടത്തിയിരുന്നത് എന്നും പോലീസ് കണ്ടെത്തി. മുട്ടത്തൊടി സർവീസ് സഹകരണ ബാങ്കിൽ മുക്കുപണ്ടം പണയം വെച്ച് 4.5 കോടിയോളം തട്ടിയെടുത്ത സംഭവം സ്ഥിര നിക്ഷേപത്തിലും വ്യാപകമായ തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത്. ഇടപാടുകാരെ കബളിപ്പിച്ച് ലക്ഷങ്ങളാണ് സായാഹ്ന ശാഖാ മാനേജർ സന്തോഷ് കുമാറും അപ്രൈസർ ടി വി സതീഷും ചേർന്ന് തട്ടിയതെന്ന് കേസ് അന്വേഷിക്കുന്ന വിദ്യാനഗർ ഇൻസ്പെക്ടർ കെ.വി. പ്രമോദൻ കണ്ടെത്തി. സംഭവത്തിൽ ബാങ്ക് സെക്രട്ടറി ഇ വേണുഗോപാലിന്റെ പരാതിയിൽ വിദ്യാനഗർ പോലീസ് 2 കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തു. നേരത്തെ അറസ്റ്റിലായ പ്രതികളെ ഇന്ന് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. അതേസമയം 12 ഇടപാടുകളിലായി കഴിഞ്ഞ വർഷം പണയപ്പെടുത്തിയ 10 ലക്ഷം രൂപ വിലമതിക്കുന്ന സ്വർണ്ണ ഉരുപ്പടികൾ കാണാതായിട്ടുണ്ട്. മുക്കുപണ്ട കേസ് പുറത്തുവന്നതോടെ സഹകരണ വകുപ്പ് നടത്തിയ പരിശോധനയിൽ 13 ലക്ഷം രൂപയുടെ സ്വർണം കാണാനില്ലെന്നും കണ്ടെത്തിയിട്ടുണ്ട്. നീലേശ്വരം സ്വദേശിയുടെ 9 ലക്ഷം രൂപയുടെ സ്ഥിര നിക്ഷേപവും ബാങ്കിൽ നിന്നും നഷ്ടപ്പെട്ടു. ഈ സ്ഥിര നിക്ഷേപം കാണിച്ച് ഉടമറിയാതെ വായ്പ എടുക്കുകയും 2 മാസത്തിനുള്ളിൽ നിക്ഷേപം മുഴുവൻ പിൻവലിക്കുകയും ചെയ്തുവെന്നും ഇപ്പോഴത്തെ അന്വേഷണത്തിൽ കണ്ടെത്തി. ഇയാൾക്ക് ബാങ്കിൽ നിന്നും നൽകിയത് വ്യാജ രസീതായിരുന്നു. റിപ്പോർട്ടർ, കാസർഗോഡ്.